നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ഡയറി ആത്മഹത്യാക്കുറിപ്പായി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കർണാടക പോലീസിന്റെ നിലപാട്. മരണം നടന്ന മുറിയിൽ നിന്നല്ല ഈ ഡയറി കണ്ടെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിന് മരണവുമായി ഏതൊക്കെ തലങ്ങളിൽ ബന്ധമുണ്ട് എന്ന് നിശ്ചയിക്കാൻ കഴിയില്ല. റോയിയുടെ ക്യാബിനിൽ മറ്റാരെങ്കിലും അതിക്രമിച്ചു കയറിയോ എന്നതിന് തെളിവുകളുമില്ല. റോയിയുടെ ബിസിനസിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുന്നത് ഭാര്യ ലിനി റോയിക്കും സഹോദരൻ CJ ബാബുവിനും കമ്പനി MD TA ജോസഫിനും മാത്രം. ഇവർ മൂന്നുപേരും നൽകുന്ന മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത്. 30-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തനിക്കൊപ്പം ഓഫീസിൽ CJ റോയി എത്തി എന്നാണ് MD TA ജോസഫ് നൽകുന്ന മൊഴി. എന്നാൽ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തപ്പോൾ CJ റോയി 2 മണിക്ക് തന്നെ ഓഫീസിലെത്തി എന്ന് സുരക്ഷാ ജീവനക്കാർ മൊഴി നൽകി. ഓഫീസിലേക്ക് എത്തിയ CJ റോയി ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചോ എന്നതിനും വ്യക്തമായ ഉത്തരമില്ല. എപ്പോഴാണ് റോയി ക്യാബിനിലേക്ക് കയറിപ്പോയത് എന്ന കാര്യത്തിലും തികച്ചും അവ്യക്തത. താൻ കടുത്ത ചില നടപടികളിലേക്ക് നീങ്ങുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ഡയറിക്കുറിപ്പാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ഈ ഡയറിക്കുറിപ്പിൽ നിക്ഷേപകരെയും ജീവനക്കാരെയും ഒന്നും കൈവിടരുത് എന്ന് CJ റോയി പറഞ്ഞിരുന്നു. കമ്പനിയെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്ന ആശയങ്ങളും ഈ ഡയറിക്കുറിപ്പിൽ എഴുതി വെച്ചിരുന്നു. മരിക്കുന്ന ദിവസമല്ല, അതിനു മുൻപ് തന്നെ ഈ ഡയറി എഴുതി വച്ചിരുന്നു എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംശയത്തിനിട വരുത്തുന്നത്. CJ റോയിയുടെ ദുബായ് കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് തകർച്ച തന്നെയാണ് മരണത്തിന് പറയുന്ന മുഖ്യ കാരണം. എന്നാൽ നമ്മുടെ കേരളത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ച് കോൺഫിഡന്റ് ഗ്രൂപ്പിനെതിരെ അതിശക്തമായ ചില ലോബിയിങ്ങുകൾ നടന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ 6 മാസമായി CJ റോയി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി. കടബാധ്യതയിലല്ല ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയത് CJ റോയി. എന്നാൽ അനേക നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. കേരളത്തിലുടനീളമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ താരങ്ങളിൽ നിന്നുമൊക്കെ CJ റോയി പണം വാങ്ങിയിരുന്നു. CJ റോയിക്കെതിരെയുള്ള അന്വേഷണം മുറുകിയ സാഹചര്യത്തിൽ ഈ അന്വേഷണം തങ്ങളിലേക്കും കടന്നുവരുമെന്ന് നിക്ഷേപകർ ഭയന്നു. തുടർന്ന് സിനിമാ രംഗത്തെ ചില വമ്പന്മാർ CJ റോയിയോട് പണം തിരികെ ആവശ്യപ്പെട്ടു. കൊച്ചി കേന്ദ്രീകരിച്ച് CJ റോയി നടത്തിയ ചില ബിസിനസ് നീക്കങ്ങളും വലിയ പരാജയങ്ങൾക്ക് കാരണമായി. കൊച്ചിയിലെ സാധാരണ ബിൽഡർമാർ 7000 മുതൽ 10000 വരെ സ്ക്വയർ ഫീറ്റ് കണക്കിൽ പണം വാങ്ങിയാണ് ഫ്ളാറ്റുകൾ വിറ്റിരുന്നത്. എന്നാൽ CJ റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് 5000-ഉം 6000-ഉം ഒക്കെ വാങ്ങി ഫ്ളാറ്റുകൾ വിറ്റു. ഇത് മറ്റു ബിൽഡർമാരെ ചൊടിപ്പിച്ചു. CJ റോയി കള്ളപ്പണം വാങ്ങി ഫ്ളാറ്റുകൾ വിൽക്കുന്നു എന്ന ആരോപണം അവർ ഇൻകം ടാക്സിന് മുന്നിൽ നിരത്തി. വലിയ തോതിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുവെന്നും ഈ പണം വിദേശത്തേക്ക് ഹവാല ഇടപാടുകളിലൂടെ കൈമാറുന്നു എന്ന രഹസ്യ സന്ദേശമാണ് ഇൻകം ടാക്സ് വകുപ്പിന് മുന്നിൽ കൊച്ചിയിലെ ചില ബിൽഡർമാരുടെ നേതൃത്വത്തിൽ കൈമാറിയത്. ഇതിനെ തുടർന്ന് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥർ ചില പ്രാരംഭ തെളിവുകൾ ശേഖരിച്ചു. അവരുടെ പ്രാരംഭ തെളിവുകളിൽ കൊച്ചിയിൽ ഏറ്റവും വില കുറഞ്ഞ തലത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പാണ് ഫ്ളാറ്റുകൾ വിറ്റഴിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇതിനിടയിലാണ് ദുബായ് കേന്ദ്രീകരിച്ച് റോയി നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെടുന്നത്. തുടർന്ന് ദുബായ് അധികൃതർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ റോയിയുടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് വകഞ്ഞു. കേരളത്തിലെ ബിൽഡർമാർ കോൺഫിഡന്റ് ഗ്രൂപ്പിനെയും CJ റോയിയും ഒക്കെ നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നു. ഫ്ളാറ്റിന്റെ സ്ക്വയർ ഫീറ്റ് നിരക്ക് കുറച്ചുകൊണ്ട് ബിൽഡർമാർക്ക് കടുത്ത മത്സരം കൊടുത്തതാണ് റോയിക്കെതിരെ കേരളത്തിലെ ബിൽഡർമാർ കൂട്ടത്തോടെ തിരിയാനുള്ള കാരണം. CJ റോയിയുടെ ഒന്നിലധികം ബിസിനസ് ഇടപാടുകളെക്കുറിച്ച് കർശന പരിശോധനകളും നിരീക്ഷണങ്ങളും നടത്താൻ തുടർന്ന് ആദായ നികുതി വകുപ്പ് തീരുമാനമെടുത്തു. ഇതിനെ തുടർന്നാണ് കൊച്ചിയിലെ നിരവധി റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഇടപാടുകൾ നികുതി അധികൃതർ പരിശോധിക്കുന്നത്. ഈ ഫ്ളാറ്റുകൾ വ്യവസ്ഥാപിതമായ രീതിയിലല്ല, മറിച്ച് വില കുറച്ചും കണക്കിൽപ്പെടാതെയുമാണ് വിറ്റഴിച്ചിരിക്കുന്നത് എന്ന് പിന്നീട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തി. എന്നാൽ കേരളത്തിലെ ബിൽഡർമാർ അമിത ലാഭം വാങ്ങുന്നുവെന്നും തങ്ങൾ ഫ്ളാറ്റിന് ന്യായമായ വില മാത്രമേ വാങ്ങുന്നു എന്നുമാണ് റോയി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ കള്ളപ്പണ ഇടപാടില്ല. വെറും 20 വർഷം കൊണ്ട് ഇന്ത്യയിലും വിദേശ വിപണികളിലുമൊക്കെ ദ്രുതഗതിയിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് വികസനമാണ് CJ റോയി സ്വപ്നം കണ്ടത്. ഫ്ളാറ്റുകൾ വില കുറഞ്ഞ് വിൽക്കുക, എന്നാൽ വോളിയം സെയിലിലൂടെ തൻ്റെ ലാഭം ഉയർത്തുക. ഈ അടുത്ത കാലത്ത് ബംഗളൂരുവും ചെന്നൈയും കേന്ദ്രീകരിച്ച്
സംശയാസ്പദമായ ചില സ്വത്ത് വിൽപ്പനകൾ. ഇന്ത്യയിൽ നടന്ന ഈ സ്വത്ത് വിൽപ്പനയിലൂടെ വിദേശ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഫണ്ടുകളുടെ ഉറവിടം കണ്ടെത്തുകയായിരുന്നു CJ റോയ് എന്ന ആദായനികുതി വകുപ്പ് കണക്കുകൂട്ടി. കൊച്ചിയിലെ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നതിങ്ങനെ: കൊച്ചിയിലെ നിലവിലുള്ള മാർക്കറ്റ് നിരക്കുകളുമായി പൊരുത്തപ്പെടാത്ത വിലക്കുറവിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് അവരുടെ ഫ്ളാറ്റുകൾ വിറ്റഴിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിൽപ്പന കോൺഫിഡന്റ് ഗ്രൂപ്പിന് സാധ്യമായത്? സാധാരണഗതിയിൽ ബാങ്കുകളിൽ നിന്ന് വലിയ തുക പ്രോജക്റ്റ് ലോണുകളായി ബിൽഡർമാർ എടുക്കാറുണ്ട്. ഈ പണം തിരികെ അടയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്കായി ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങുന്ന പണം നേരെ ബാങ്ക് ലോണിലേക്കാണ് മിക്ക ബിൽഡർമാരും നൽകുന്നത്. എന്നാൽ CJ റോയിയെ സംബന്ധിച്ച് നിക്ഷേപകരിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നത്. ബാങ്കിന് മുന്നിൽ വലിയ കണക്കുകൾ കാട്ടേണ്ടതില്ല. CJ റോയ് നടത്തിയ വിൽപ്പന മൂല്യങ്ങൾ പ്രദേശത്തെ താരതമ്യപ്പെടുത്താവുന്ന സ്വത്തുവിലയേക്കാൾ വളരെ താഴ്ന്ന നിലയിലാണ് എന്ന് ആദായനികുതി വകുപ്പ് പിന്നീട് കണ്ടെത്തി. ചുരുക്കത്തിൽ ഓപ്പൺ മാർക്കറ്റിൽ 1 കോടിയോളം രൂപ വില വരുന്ന ഫ്ളാറ്റുകൾ 50 ലക്ഷത്തിനൊക്കെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് കൊച്ചിയിൽ വിറ്റത്. ഇത്തരം നടപടികളിലൂടെ വലിയ തോതിൽ ഉപഭോക്താവിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കം കുറയ്ക്കാനും കോൺഫിഡന്റ് ഗ്രൂപ്പിന് കഴിഞ്ഞു. ഇടപാട് മൂല്യത്തിന്റെ ഒരു ഭാഗം മാത്രമേ രജിസ്റ്റർ ചെയ്ത കരാറുകളിൽ പ്രതിഫലിച്ചിട്ടുള്ളൂ എന്നാണ് ആദായനികുതി വകുപ്പിന് തോന്നിയ സംശയം. ബാക്കി തുക അവർ പണമായി കൈപ്പറ്റിയിട്ടുണ്ടാവാം. ഈ രീതിയിലൂടെ കമ്പനി വലിയ തോതിൽ നികുതി വെട്ടിപ്പ് നടത്തി എന്നും ഗണ്യമായ തുക കണക്കിൽപ്പെടാതെ പണമാക്കി മാറ്റി വിദേശത്തേക്ക് കടത്തി എന്നുമാണ് ആദായനികുതി വകുപ്പ് സംശയിച്ചത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നടന്ന റെയ്ഡിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ഡിജിറ്റൽ രേഖകൾ കൂടി ആദായനികുതി വകുപ്പ് കണ്ടെത്തി. ബാങ്കിംഗ് ഡേറ്റയും ഈ ഡിജിറ്റൽ ഡേറ്റകളും പൊരുത്തപ്പെടുന്നില്ല എന്നവർ മനസ്സിലാക്കുന്നു. തുടർന്ന് അന്വേഷണം പുരോഗമിക്കവേ റോയിയുടെ കമ്പനികൾക്ക് പുറമെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളിലേക്കും അന്വേഷണ സംഘം തിരിഞ്ഞു. ഫണ്ടുകളുടെ ഒഴുക്ക് മാപ്പ് ചെയ്യുകയായിരുന്നു ആദായനികുതി വകുപ്പിന്റെ ലക്ഷ്യം. തുടർന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇടപാടുകൾ നടത്തിയ ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനുള്ള ശ്രമം ആദായനികുതി വകുപ്പ് തുടങ്ങി. അവർ വിൽപ്പന രേഖകൾ, ആശയവിനിമയ രേഖകൾ, സാമ്പത്തിക ഡേറ്റ എന്നിവ പരിശോധന ആരംഭിച്ചു. കേരളത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ സമാന തലത്തിൽ കർണാടകയിലും പ്രത്യേകിച്ച് ബംഗളൂരുവിലും നടന്ന ഫ്ളാറ്റ് വിൽപ്പനയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് നികുതി വെട്ടിപ്പ് നടത്തിയോ എന്ന സംശയമാണ് തുടർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്ക് കടന്നത്. ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക വിവരശേഖരണവും ആരംഭിച്ചു. ഇതിനിടയിലാണ് CJ റോയിയുടെ വിദേശ നിക്ഷേപങ്ങൾ സംബന്ധിച്ച അന്വേഷണത്തിനുള്ള നിർദ്ദേശം. പ്രത്യേകിച്ച് ദുബായ് കേന്ദ്രീകരിച്ചുള്ള നിക്ഷേപം. ഇത് അന്വേഷണത്തിന് മറ്റൊരു മാനം കൂടി നൽകി. വലിയ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ ബാങ്ക് സഹായമില്ലാതെ തങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നുവെന്നാണ് CJ റോയ് തന്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വിറ്റുവരവും കമ്പനി തുടങ്ങിവെച്ച പദ്ധതികളുടെ ചെലവും പൊരുത്തപ്പെടുന്നില്ല എന്ന് ആദായനികുതി വകുപ്പ് കണ്ടെത്തി. എന്നാൽ മറുവശത്ത് ധാരാളം നിക്ഷേപകർ പണമായാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന് ഈ തുക കൈമാറിയത്. അനധികൃത വിൽപ്പനകളിലൂടെ ഈ പണം ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങി നിക്ഷേപകർക്ക് ലാഭമടക്കം നൽകുകയായിരുന്നുവോ കമ്പനിയുടെ ലക്ഷ്യം? മൂലധനം ആവശ്യമുള്ള ഇത്തരം പദ്ധതികൾക്ക് എന്നാൽ സ്ഥാപന വായ്പകൾ CJ റോയ് വാങ്ങിയിരുന്നില്ല. ഇതിനിടയിലാണ് അതിർത്തി കടന്നുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ മുന്നോട്ട് വരുന്നത്. ഫണ്ടുകളുടെ ഉറവിടം സംബന്ധിച്ച അന്വേഷണം ഒടുവിൽ CJ റോയിയെ കൂടുതൽ പരിഭ്രാന്തനാക്കി. ആദായനികുതി വകുപ്പ് അന്വേഷണത്തിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി തന്റെ മേൽ കണ്ണുപതിച്ചിരിക്കുന്നു എന്ന് CJ റോയ് മനസ്സിലാക്കി. നികുതി നടപടികൾ നേരിടാൻ കോൺഫിഡന്റ് ഗ്രൂപ്പിനും CJ റോയിക്കുമൊക്കെ കഴിയും എന്ന് അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ട്. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള ED കേസുകൾ കൂടുതൽ കസ്റ്റഡി നടപടികളിലേക്കും കർശനമായ ശിക്ഷകളിലേക്കും കടക്കാനുള്ള അപകട സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടി. മറുവശത്ത് ദുബായ് അധികൃതർ തന്റെ മേൽ കണ്ടുവച്ചിരിക്കുന്നു എന്ന ഭീതി റോയിയെ വിടാതെ പിന്തുടർന്നു. വിദേശ നിക്ഷേപങ്ങൾക്ക് ഒരു വ്യക്തമായ ഫണ്ടിംഗ് പാത ഇല്ല എന്ന് കണ്ടെത്തിയാൽ കേസ് കൂടുതൽ ഗുരുതരമായ തലത്തിലേക്ക് കടക്കും. ഈ സാഹചര്യങ്ങൾ പൂർണ്ണമായി വിലയിരുത്തുകയാണ് ഇപ്പോൾ കർണാടക നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം. റോയിയുടെ തീരുമാനത്തിന് പിന്നിൽ ഔദ്യോഗിക സമ്മർദ്ദമുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പരസ്യമായി ആരോപിക്കുന്നു. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേർക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്. ആത്മഹത്യാ പ്രേരണ ആരോപിച്ച് റോയിയുടെ കുടുംബം പരാതി നൽകാൻ തീരുമാനിച്ചാൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രേരണയോ നിർബന്ധമോ ഉൾപ്പെടുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 306 പ്രകാരം പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാം.
വിശാലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും കർണാടകയിൽ നിലനിൽക്കുന്നു. കേന്ദ്ര ഏജൻസികൾക്കെതിരായ ഏതൊരു നടപടിയും കേന്ദ്ര സംസ്ഥാന സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടവരുത്തുമെന്ന് കർണാടകയും മനസ്സിലാക്കുന്നു. ചുരുക്കത്തിൽ CJ റോയ് എന്തുകൊണ്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ ഉത്തരം തേടുമ്പോൾ ഇത്തരം സങ്കീർണമായ നിരവധി മേഖലകളാണ് നമുക്ക് മുന്നിൽ തുറന്നു വരുന്നത്. ഇപ്പോഴിതാ പ്രത്യേക അന്വേഷണ സംഘം CJ റോയിയുടെ ഭാര്യയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനൊരുങ്ങുന്നു. ഈ മരണവുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റോയിയുടെ തന്നെ അടുത്ത ഇടപാടുകാരെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനമെടുത്തു. റോയിയുടെ ഭൂമി ഇടപാടുകളിൽ മുഖ്യ പങ്ക് വഹിച്ചവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അന്വേഷണം സംബന്ധിച്ച് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര ചൊവ്വാഴ്ച മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ഇങ്ങനെ: റോയിയുടെ മരണവുമായി ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ ഈ ഘട്ടത്തിലില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അന്വേഷണം പൂർത്തിയായാൽ എല്ലാം വ്യക്തമാകും. അതുവരെ ഞങ്ങൾക്ക് ഒരു നിഗമനത്തിലും എത്താൻ കഴിയില്ല. ആത്മഹത്യ ഒരു പ്രത്യേക കാരണത്തിലാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. CJ റോയിയുടെ മരണം സംബന്ധിച്ച് ഇനിയും ദുരൂഹതകൾ നീങ്ങേണ്ടിയിരിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇടപാടുകളും അത് സംബന്ധിച്ച മറ്റ് സമ്മർദ്ദങ്ങളുമൊക്കെ ഈ മരണവുമായി ചേർത്ത് വായിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.